ഈ 6.9mm തിക്നെസ് എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ കാര്യമല്ല. കാരണം ഫോൺ പിടിക്കുമ്പോൾ അത്ര സ്ലിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതാണ് സാംസങ് ഗാലക്സി A57. ആക്ച്വലി ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് S26 Ultra ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ ഒരു ചെറിയ ഫീൽ കിട്ടും. കാരണം അതിന്റെ ആ ഒരു ഡിസ്പ്ലേ പിന്നെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രീമിയം ഫീൽ ഒക്കെ കൊണ്ട്. ഇനി കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള A സീരീസ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് സാംസങ്ങിന്റെ A37 5G. രണ്ട് ഫോണുകളും 6.7 ഇഞ്ച് സൈസുള്ള AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. IP68 റേറ്റിംഗ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളും വാട്ടർ റെസിസ്റ്റന്റ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും സാംസങ്ങിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഗാലക്സി A57 Exynos 1680 പ്രോസറും A37 Exynos 1480 പ്രോസറാണ് വന്നിട്ടുള്ളത്. സോ രണ്ട് ഫോണുകളും സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗാലക്സി A57 50 മെഗാപിക്സലിന്റെ മെയിൻ സെൻസറും 12 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡും പിന്നെ മാക്രോ ലെൻസ് ആണ് വരുന്നത്. ഇനി A37 നോക്കുകയാണെങ്കിൽ അൾട്രാ വൈഡ് മാത്രം 8 മെഗാപിക്സലാണ് വരുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. രണ്ട് ഫോണുകളും സെൽഫി ക്യാമറ വരുന്നത് 12 മെഗാപിക്സലാണ്. അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനും ഈ ഫോണുകൾ അടിപൊളിയാണ്. പിന്നെ സാംസങ്ങിന്റെ വീഡിയോ ക്വാളിറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, 4K 30 fps നല്ല സ്റ്റാൻഡേർഡ് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് രണ്ട് ഫോണുകളും വന്നിട്ടുള്ളത്. അത്യാവശ്യം ലോങ്ങർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു ഫോൺ തന്നെയാണ് സാംസങ്ങിന്റെ A57 എന്ന് പറഞ്ഞ ഈ ഒരു ഫോൺ. സോ ഈ ഒരു ഫോൺ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ബെസ്റ്റ് പ്രൈസിൽ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ജിനോ ടെക് വ്ലോഗ്സ്.